ഒരുപക്ഷെ രഞ്ജിത്ത് ഇത്തരത്തിലൊരു ഫാദർ അഗസ്റ്റിൻ വട്ടോളി, ഈ കാര്യത്തെക്കുറിച്ച് ആദ്യം തന്നെ അറിഞ്ഞ ഒരാളാണ് താങ്കൾ. അന്ന് ഈ വിഷയത്തിൽ അവർക്കൊപ്പം നിൽക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞു. ഇപ്പോഴും താങ്കൾ ഒപ്പം നിൽക്കാൻ തയ്യാറാണ് എന്ന് കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിട്ടുണ്ട്. ശ്രീലേഖ മിത്ര പരാതി നൽകിയിട്ടുണ്ട് എന്നാണ് ഏറ്റവും പുതിയ വിവരം. ഇമെയിൽ മുഖേന പരാതി നൽകിയിരിക്കുന്നു കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർക്ക്. താങ്കളുടെ പ്രതികരണം? ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു മുഹൂർത്തമാണ്. അവർ മാധ്യമങ്ങളോട് ഈ കാര്യം പറഞ്ഞു എന്നത് മാത്രമല്ല, പോലീസ് പരാതി കൊടുക്കാൻ അവർ തയ്യാറായി എന്നുള്ളത്. കാരണം ഇപ്പോഴാണ് അവർ പറഞ്ഞിരിക്കുന്ന കാര്യത്തിന്റെ സത്യസന്ധത, അത് അവർ നിയമപരമായിട്ട് നീങ്ങാൻ തയ്യാറായിരിക്കുന്നു എന്നുള്ളത് കേരളത്തിലെ സ്ത്രീ സമൂഹത്തിന്, WCCക്ക്, സിനിമയിൽ പ്രവർത്തിക്കുന്ന മുഴുവൻ സ്ത്രീകൾക്കും ഇനിയും പ്രവർത്തിക്കാനിരിക്കുന്ന സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയൊരു ആശ്വാസജനകമായ ഒരു കാര്യമാണ്. സത്യസന്ധമായിട്ട് നിർഭയമായി അവർക്ക് പ്രവർത്തിക്കാനുള്ള ഒരു അന്തരീക്ഷം സിനിമാ മേഖലയിലും മറ്റ് ഇതര മേഖലയിലുള്ള സ്ത്രീകൾക്കും അതൊരു വഴി ഉണ്ടാകും. സത്യസന്ധമായിട്ടുള്ള അന്വേഷണം നടത്താൻ ഗവൺമെന്റ് തയ്യാറാവണം എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത്. കേരളത്തിലെ പൊതുസമൂഹം സത്യസന്ധമായിട്ടുള്ള ഒരു അന്വേഷണത്തെയും ആ അന്വേഷണത്തിന്റെ അവസാനത്തിൽ തെറ്റ് ചെയ്തവരെ കണ്ടെത്തിക്കഴിഞ്ഞാൽ, രഞ്ജിത്ത് അടക്കമുള്ള ആളുകൾ തെറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് ആ അന്വേഷണം തെളിഞ്ഞാൽ അവരെ ശിക്ഷയ്ക്ക് വിധേയമാക്കാനും കഴിയണം. അപ്പൊ അതുവഴി കേരള സമൂഹത്തിൽ സ്ത്രീകളുടെ അന്തസ്, അത് സിനിമാ മേഖലയിലാണ് ഇന്ന് ഈ വിഷയങ്ങൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലൂടെ പുറത്തു വന്നിരിക്കുന്നത്. ഇത് മറ്റെല്ലാ മേഖലകളിലും സ്ത്രീകൾ ഇനി അങ്ങനെ അപകടങ്ങളാണെന്നോ അവരെ അടിമകളെ പോലെ ജോലി ചെയ്യേണ്ടവരാണെന്നോ ഒന്നുമല്ല. അവർ പുരുഷന്മാരോടൊപ്പം തന്നെ തോളോട് തോൾ ചേർന്ന് നിന്ന് പണിയെടുക്കുകയും അന്തസ്സോടുകൂടി ജീവിക്കുകയും നിർഭയമായിട്ട് ജീവിക്കുകയും ചെയ്യേണ്ട ഒരു അന്തരീക്ഷം കേരള സമൂഹത്തിൽ ഉണ്ടാക്കി കൊടുക്കുക. അതിന് പ്രതിജ്ഞാബദ്ധമാണ് കേരളത്തിലെ ജനങ്ങൾ ഓരോരുത്തരും. കേരള ജനത്തിന്റെ ആ നിലപാടിനോട് ചേർന്ന് നിന്നുകൊണ്ട് ഒരുപക്ഷെ ആ കേരള ജനതയുടെ ആ ഒരു താല്പര്യം അല്ലെങ്കിൽ ഒരു ആഗ്രഹം കൂടുതൽ ശക്തമായി ഇനി പൊതു ഇടങ്ങളിലേക്ക് കൊണ്ടുവരാൻ ഈ കേസ് കൊടുക്കലിലൂടെ ഒരുപക്ഷെ അതിന് ആദ്യമായിട്ട് മുന്നിട്ട് ഇറങ്ങിത്തിരിച്ചത് ഒരുപാട് ആൾക്കാർ ഇതിനു മുമ്പൊക്കെ ചെയ്തിട്ടുണ്ട്. കന്യാസ്ത്രീ സമരത്തിലൊക്കെ നമുക്കറിയാം. അപ്പോ ഇത് കേരള സമൂഹത്തിന് കൊടുക്കുന്ന വളരെ വ്യക്തമായ സന്ദേശം, അവരുടെ മൊഴിയിൽ അവർ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളിൽ ഉറച്ചു നിൽക്കുന്നു എന്നുള്ളതും, അത് നിയമത്തിന്റെ മുന്നിൽ കൂടെ വഴിയിലൂടെ പോകുമ്പോഴാണല്ലോ അതിന് വ്യക്തത വരുന്നത്, അത് കൃത്യത വരുന്നത്. അപ്പൊ അതിന് അവർ തയ്യാറായി എന്നുള്ളത് കേരള സമൂഹം അവരോട് കടപ്പെട്ടിരിക്കുന്നു. കേരളത്തിലെ സ്ത്രീ സമൂഹം അവരോട് കടപ്പെട്ടിരിക്കുന്നു. ഇതിനുവേണ്ടി മുഴുവൻ യത്നിച്ച WCC അംഗങ്ങൾക്ക്, അവരാണ് ഇതിനുവേണ്ടി ഒരുപാട് പണിയെടുത്തത്, ഒരുപാട് വേർപ്പൊഴുക്കിയത്, ഒരുപാട് കണ്ണുനീരും ചോരയും അവരൊഴുക്കിയത്. അതെ, ഇപ്പൊ താങ്കൾ ഇതിൽ സാക്ഷിയായി ഇതിൽ മൊഴി നൽകാൻ പോലീസ് വിളിപ്പിച്ചാൽ ഉറപ്പായും അതിനൊപ്പം സഹകരിക്കുകയും ചെയ്യും. തീർച്ചയായിട്ടും എനിക്കറിയുന്ന കാര്യങ്ങൾ തീർച്ചയായിട്ടും അറിയുന്നത് പറയാൻ ഞാൻ തീർച്ചയായിട്ടും, അതെന്റെ ഒരു കടമയാണ്. അതല്ലാതെ അത് എന്റെ ഉത്തരവാദിത്തമാണ്. ഞാൻ അവരോട് ചെയ്യുന്ന പ്രത്യേകിച്ചൊരു സഹതാപമൊന്നുമല്ല, എന്റെ കടമയും ഉത്തരവാദിത്തമാണല്ലോ അത് അങ്ങനെ ചെയ്യുക എന്നുള്ളത്. അത് മാറി നിൽക്കാൻ എനിക്ക് പറ്റില്ല. അപ്പൊ ഞാനത് ചെയ്യും. താങ്ക് യു ഫാദർ അഗസ്റ്റിൻ വട്ടോളി. രഞ്ജിത്തിനെതിരെ പരാതി നൽകിയിരിക്കുന്നു ശ്രീലേഖ മിത്ര എന്നുള്ള ഏറ്റവും പുതിയ വാർത്തയാണ്. ലൈംഗിക താത്പര്യത്തോടെ സ്പർശിച്ചു. ഈ സംഭവം ഉണ്ടായത് വർഷങ്ങൾക്ക് മുൻപാണ്. കൊച്ചി കടവന്ത്രയിലെ ഫ്ളാറ്റിൽ വെച്ചാണ് അന്നുണ്ടായ സംഭവം. അവർ വിവരിക്കുന്നുണ്ട് ഈ പരാതിയിൽ. സ്ത്രീത്വത്തെ അപമാനിക്കുകയാണ് രഞ്ജിത്ത് ചെയ്തത്. ലൈംഗിക താത്പര്യത്തോടെ തൻ്റെ ശരീരത്തിൽ സ്പർശിക്കുകയായിരുന്നു. അതുകൊണ്ട് ക്രിമിനൽ നിയമ നടപടിയിലേക്ക് കടക്കണം എന്നുള്ളതാണ് ആവശ്യം. ഈ വിവരം ആദ്യം തന്നെ അറിയിച്ചത് ജോഷി ജോസഫിനെയാണ്. തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഈ പരാതിയിൽ കൃത്യമായി പറയുന്നുണ്ട്. ഇനി അടുത്ത നടപടി അതെന്താകും സ്വീകരിക്കാൻ പോകുന്നത്? കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണറുമായി ഞങ്ങളുടെ പ്രതിനിധി സംസാരിക്കുമ്പോൾ തുടക്കത്തിൽ ഈ പരാതി വായിച്ചു നോക്കുന്നു എന്നുള്ള മറുപടിയാണ് ലഭിച്ചത്. അതിനുശേഷമാണ് അടുത്ത നടപടി എന്ത് എന്നതിൽ തീരുമാനം കൈക്കൊള്ളുക. ഇപ്പോൾ ഇതിനായി ഒരു പ്രത്യേക സംഘത്തെ തന്നെ ഇത്തരം വെളിപ്പെടുത്തലുകൾ അന്വേഷിക്കാൻ സർക്കാർ നിയോഗിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പരാതി അന്വേഷിക്കുന്നത് ആരായിരിക്കും എന്നതിൽ ഇപ്പോൾ ഒരു വ്യക്തത വന്നിട്ടില്ല. ഏതായാലും കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ ഇതിന്റെ പ്രാഥമിക നടപടികളിലേക്ക് ഇപ്പോൾ കടക്കുന്നു എന്ന വിവരമാണ് പുറത്തു വന്നിട്ടുള്ളത്.